കൃഷിദർശൻ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേക ഒരു സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ ഇപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് 3 മേഖലകളിലാണ് ഊന്നൽ കൊടുത്തിരിക്കുന്നത്. എല്ലാ പദ്ധതികളും ഈ 3 മേഖലകളിൽ ഊന്നൽ കൊടുത്തുകൊണ്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ട് പറയുന്നത് നമ്മുടെ ഭക്ഷ്യ സുരക്ഷ തന്നെയാണ്. അതിൽ 2 വിഭാഗങ്ങളിലായിട്ട് നമുക്ക് ഇതിൻ്റെ കാഴ്ചകൾ കാണാം. ഭക്ഷ്യസുരക്ഷയിൽ എല്ലാവർക്കും ഭക്ഷണം, അതായത് പുറത്തുനിന്ന് ഭക്ഷണം വരാതെ തന്നെ നമുക്ക് സ്വയം പര്യാപ്തത നേടാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ഒരുക്കുക എന്നുള്ള പദ്ധതികളാണ് കൂടുതലായിട്ട് കാർഷിക മേഖലയിൽ വരുന്നത്. അതുകൂടാതെ തന്നെ ഭക്ഷ്യ സുരക്ഷ അതിനോളം തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു വിഭാഗമാണ്. മായം കലരാത്ത ഭക്ഷണം ഇന്ന് നമുക്ക് ആവശ്യത്തെക്കാൾ ഉപരി അനിവാര്യമായൊരു കാര്യമായിട്ട് വന്നിരിക്കുകയാണ്. അതിന് ഒട്ടനവധി പദ്ധതികൾ നമ്മൾ കൈകോർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വ്യവസായ സംരംഭകത്വം വളരെ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു വിഭാഗം ഒരു കാർഷിക മേഖലയിലെ വളരെ ശക്തമായൊരു വിഭാഗമാണ്. പക്ഷേ പലപ്പോഴും അജ്ഞത കാരണം എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കവിടെ നിന്ന് ഈ വിവിധ വിഭാഗങ്ങളിലായിട്ട് കാർഷിക മേഖലയുടെ തന്നെ വിവിധ വിഭാഗങ്ങളിൽ നമുക്ക് ചൂഷണം ചെയ്യാൻ കഴിയാതെ വന്നിട്ടുണ്ട്. തീർച്ചയായും അജ്ഞത തന്നെ അതിനകത്ത് പ്രധാന ഒരു കാരണമായിട്ട് നമുക്ക് എടുത്തു പറയാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ കൃഷി സായാഹ്നത്തിലൂടെ കൃഷിദർശൻ പരിപാടിയിലൂടെ നമുക്ക് വഴി തുറക്കുന്നത് നമ്മുടെ കാർഷിക മേഖലയിൽ പ്രത്യേകിച്ച് മൃഗസംരക്ഷണ മേഖലയിലുള്ള വിവിധ തലത്തിലുള്ള വ്യവസായ സംരംഭകത്വത്തെ പറ്റിയാണ്. അപ്പോൾ അതിൽ നമ്മളോടൊപ്പം അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് ശ്രീ TP സേതുമാധവൻ സാറാണ്. സാറ് വെറ്റിനറി സർവകലാശാലയുടെ എൻ്റർപ്രന്യൂർഷിപ്പ് വിഭാഗം ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്നു. കൂടാതെ സാറിനെ നിങ്ങൾക്ക് ഏവർക്കും ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യം തന്നെയില്ല. പത്രങ്ങളിലൂടെയും മറ്റ് ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലൂടെയും തന്നെ നമ്മുടെ കാർഷിക അതിൻ്റെ തന്നെ മേഖലയുടെ തന്നെ വിവിധമായ വളരെ ശക്തമായ കാര്യങ്ങൾ വളരെ ശക്തമായ ഭാഷയിൽ സാറ് നിരന്തരം നമ്മളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ നല്ലൊരു എഡ്യൂക്കേഷണൽ കൺസൾട്ടൻ്റാണ്. സാറിനെ നമുക്ക് ഈ ഒരു അതിഥിയായിട്ട് ഈ അവസരത്തിൽ കിട്ടിയത് വളരെ ഭാഗ്യം തന്നെയാണ്. സാറിനെ ഏവർക്കുമായിട്ട് സ്വാഗതം ചെയ്തോളും. മറ്റൊരു കാര്യം, ഈ വിഷയത്തിൽ ഒരുപാട് സംശയങ്ങൾ പ്രേക്ഷകർക്ക് ചോദിക്കാനുണ്ടാവും. നിങ്ങളുടെ സംശയങ്ങൾ ചുരുങ്ങിയ വാക്കുകളിൽ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ പേരും വിളിക്കുന്ന സ്ഥലവും വെളിപ്പെടുത്തിയതിന് ശേഷം നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. സാറിനോടായിട്ട് സാർ, നമുക്ക് മൃഗസംരക്ഷണ മേഖലയിൽ വ്യവസായ സംരംഭകത്വം എൻ്റർപ്രന്യൂർഷിപ്പ് ആ ഒരു ഇത് പറഞ്ഞാൽ എത്രത്തോളം അത് നമുക്ക് കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ പ്രാധാന്യം അർഹിക്കുന്നു എന്ന് വ്യക്തമാക്കാവോ? കേരളത്തിന് മറ്റ് സംസ്ഥാനങ്ങളായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ കേരളത്തിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് 100% സാക്ഷരത കൈവരിച്ച ഏറ്റവും കൂടുതൽ അഭ്യസ്ത വിദ്യരായ യുവതി യുവാക്കളുള്ളൊരു സംസ്ഥാനമാണ്. അപ്പോൾ എല്ലാവർക്കും സർക്കാർ ജോലി എന്നതിലുപരി പുതിയ സംരംഭങ്ങൾ തുടങ്ങുക, ഇപ്പോൾ ദേശീയ തലത്തിലായാലും ആഗോള തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും വലിയൊരു മാറ്റം എന്നത് തൊഴിൽ സംരംഭകത്വം, അതായത് ഓണ്ടർപ്രണർഷിപ്പിന് വലിയ പ്രാധാന്യം ലഭിച്ചു വരുന്നുണ്ട്. അതായത് നമ്മൾ തൊഴിൽ അന്വേഷിക്കുന്നതിന് പകരം നമ്മൾ തൊഴിൽ ദാതാക്കളാകുന്നു. പ്രധാനമായും ലോകത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇന്ത്യയിൽ പ്രത്യേകിച്ചും പ്രോട്ടീൻ മാൽ ന്യൂട്രീഷനാണ് വലിയൊരു പ്രശ്നം. പ്രോട്ടീൻ ന്യൂനത മൂലമുള്ള രോഗങ്ങളാണ് വളരെ കൂടുതൽ. ഇന്ത്യയിൽ ജനിക്കുന്ന 42% കുട്ടികളുടെയും ശരീരത്തൂക്കം 2 കിലോഗ്രാമിൽ കുറവാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ പ്രോട്ടീൻ ന്യൂനത മൂലമുള്ള രോഗങ്ങൾ ഒഴിവാക്കാനുള്ള എളുപ്പമാർഗം പോഷക സമ്പുഷ്ടമായ ജന്തുജന്യ ഉൽപ്പന്നങ്ങളായ പാലിൻ്റെയും മുട്ടയുടെയും ഇറച്ചിയുടെയും ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഈ രംഗത്ത് പുതിയ സാധ്യതകൾ കൈവരിച്ചുകൊണ്ട് പുതിയ യുവതി യുവാക്കളെയും അതുപോലെ തന്നെ കർഷകരെയും മറ്റ് സംരംഭകരെയും അതുപോലെ തന്നെ കുടുംബശ്രീ അംഗങ്ങളെയും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പുതിയൊരു സംരംഭകത്വ പരിപാടിക്ക് വേണ്ടിയിട്ടാണ് വെറ്റിനറി സർവകലാശാല ഡയറക്ടറേറ്റ് ഓഫ് എക്സ്റ്റൻഷൻ എന്നതിന് പകരം ഡയറക്ടറേറ്റ് ഓഫ് ഓണ്ടർപ്രണർഷിപ്പ് ആരംഭിച്ചത്. അപ്പോൾ ആ തരത്തിലുള്ള വിജ്ഞാന വ്യാപനത്തിനാണ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത്. കൂടുതലും അത്തരത്തിലുള്ള വിജ്ഞാന വ്യാപന പ്രവർത്തനത്തിന് മറ്റ് വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങളോടൊപ്പം ഇപ്പോൾ കാലത്തിൻ്റെ ആവശ്യം ഓണ്ടർപ്രണർഷിപ്പാണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, വിദ്യാലയങ്ങളിലാണെങ്കിൽ സ്റ്റുഡൻറ്റ് ഓണ്ടർപ്രണർഷിപ്പ് വരുന്നു. അതുപോലെ തന്നെ പല അർത്ഥത്തിലും പഠിച്ചു കഴിഞ്ഞ വിദ്യാർത്ഥികൾ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നു, സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ തുടങ്ങുന്നു, ഇന്നൊവേഷൻ ഇൻക്യുബേഷൻ സെൻറ്റേഴ്സ് തുടങ്ങുന്നു. കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് നമ്മുടെ പരമ്പരാഗത സംരംഭങ്ങളിലും വലിയൊരു മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ പ്രധാനപ്പെട്ട സംരംഭത്വമാണ് നമുക്ക് കേരളത്തിനകത്ത് കൂടുതൽ വിജയിപ്പിക്കാൻ കഴിയുക? കേരളത്തിൽ ഏതൊരു സംരംഭകത്വത്തിൻ്റെയും ഒരു പ്രധാനപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നത് മുടക്ക് മുതലിനേക്കാളും കൂടുതൽ വരുമാനം ലഭിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഒരു സംരംഭകൻ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം വിപണി എന്താണോ, വിപണി ലക്ഷ്യമിട്ടുള്ള ഉൽപ്പാദന പ്രക്രിയ ആയിരിക്കണം. ദേശീയ കാർഷിക വികസന നയം നാഷണൽ അഗ്രികൾച്ചർ പോളിസി വിഭാവനം ചെയ്യുന്നത് ഇത് തന്നെയാണ്, വിപണി ലക്ഷ്യമിട്ടുള്ള ഉൽപ്പാദന പ്രക്രിയ. അപ്പോൾ വിപണി എന്താണോ, വിപണി ലക്ഷ്യമിട്ടുള്ള ഉൽപ്പാദന പ്രക്രിയ നമ്മൾ കാണണം.
കേരളത്തിൻ്റെ ഇന്നത്തെ പ്രത്യേക സ്ഥിതിയിൽ തന്നെ സംസ്ഥാന ഗവൺമെൻറ് എടുത്ത വളരെ ശക്തമായ പല തീരുമാനങ്ങളുണ്ട്. അതായത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറികളുടെ കാര്യത്തിലായാലും അതുപോലെ ജന്തുജന്യ ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലായാലും കീടനാശിനികളുടെയും അതുപോലെ ആൻറ്റിബയോട്ടിക്കുകളുടെയും അളവ് കൂടുതലാണ് എന്നൊരു തീരുമാനം. അതിനനുസരിച്ചിട്ട് ഗുണനിലവാരത്തിൽ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ പുതിയ സംരംഭകൻ അറിഞ്ഞിരിക്കണം. പരമ്പരാഗതമായ ഒരു ഫാമിംഗ് രീതിയിൽ നിന്ന് മാറിക്കൊണ്ട് പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ നടക്കണം. വാല്യൂ അഡീഷൻ, മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം വേണം. ഇത് കർഷകരിലേക്കും അതുപോലെ ഗുണഭോക്താക്കളിലേക്കും എത്തിക്കാനുള്ള പുതിയ ഡെലിവറി മോഡൽസ് ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ഒരു മാറ്റത്തിൻ്റെ സൂചനയായിട്ട് നമ്മൾ കാണും. ഒരു പക്ഷേ അയൽ സംസ്ഥാന ചിലപ്പോൾ തന്നെ നമ്മുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ കേരളത്തിലാണെങ്കിൽ ജന്തുജന്യ പ്രോട്ടീനായ പാലിൻ്റെ ഉപഭോഗം നമ്മുടേത് ഏതാണ്ട് പ്രതിശീർഷ ഉപഭോഗം ഏതാണ്ട് 240 ഗ്രാമാണ്. ആവശ്യകതയാണെങ്കിലും 280 ഗ്രാമാണ്. മുട്ടയുടെ കാര്യത്തിലാണെങ്കിൽ ഇത് ഏതാണ്ട് ഒരാൾ പ്രതിദിനം ഹാഫ് ആൻ എഗ്ഗ്, അര കോഴിമുട്ട കഴിക്കണമെന്നാണ് കണക്ക്. നമ്മുടേതാണെങ്കിൽ പ്രതിവർഷം നമ്മൾ കഴിക്കുന്നത് 74 കോഴിമുട്ടയാണ്. ഇറച്ചിയുടെ കാര്യത്തിലാണെങ്കിൽ നാം ഒരു ദിവസം ശരാശരി 5 ഗ്രാം ഇറച്ചി കഴിക്കുന്നു. പക്ഷേ ആവശ്യകത ഏതാണ്ട് 15 ഗ്രാമാണ്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ആവശ്യകതയും അതുപോലെ ലഭ്യതയും തമ്മിൽ വലിയൊരു അന്തരം നിലനിൽക്കുന്നുണ്ട്. ഈ അന്തരം എങ്ങനെ നമുക്ക് നികത്താൻ പറ്റും? അതിനുള്ള പുതിയ പുതിയ സംരംഭങ്ങൾ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള ഫാമിംഗ് രീതിയായാലും വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണമായാലും ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളായാലും ഇതൊക്കെ തുടങ്ങിയാൽ മാത്രമേ ഇതൊരളവ് വരെ നികത്താൻ പറ്റൂ. സാറിന് ഈ ഒരു വിഷയത്തിൽ നമുക്ക് വലിയൊരു മുതൽ മുടക്കില്ലാതെ തന്നെ പെട്ടെന്ന് അതിൻ്റെ റിട്ടേൺ കിട്ടുന്ന രീതിയിൽ പ്രീമിയം പ്രൈസ് ഫാമേഴ്സിന് കൊടുക്കാൻ പറ്റുന്ന ഒരു 1-2 വ്യവസായ സംരംഭത്തോളം എടുത്തൊന്ന് പറയാമോ? ഇപ്പോൾ ഭക്ഷ്യ സംസ്കരണ മേഖലയിലാണെങ്കിൽ ക്ഷീരോൽപ്പന്ന നിർമ്മാണ മേഖലയിൽ പുതിയ ക്ഷീരോൽപ്പന്ന നിർമ്മാണ യൂണിറ്റ്, വാല്യൂ അഡീഷൻ, വളരെയേറെ മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണങ്ങൾക്ക് വളരെയേറെ സാധ്യതയുണ്ട്. ഇറച്ചി ഉൽപ്പന്ന നിർമ്മാണ മേഖലയിൽ ഇറച്ചി നിർമ്മാണ മേഖലയിലാണെങ്കിൽ വാല്യൂ അഡീഷന് വളരെയേറെ പ്രാധാന്യമുണ്ട്. അതായത് പോത്തുംകുട്ടികളെ വളർത്തിക്കൊണ്ട് ഇറച്ചിക്കായിട്ട് തയ്യാറാക്കുന്നതും, ഇന്ന് കേരളത്തിലാണെങ്കിൽ ബീഫിനും അതായത് പോത്തിറച്ചിക്ക് അതായത് കാരാ ബീഫ് എന്ന് പറയും, അതിന് വളരെയേറെ സാധ്യത വന്നിരിക്കുകയാണ്. ഇറച്ചിക്കോഴി വളർത്തലിനും വളരെയേറെ സാധ്യതയുണ്ട്. ഒരു ദിവസം പ്രായമായ ഇറച്ചിക്കോഴി കുഞ്ഞുങ്ങളെ വളർത്തി 8 ആഴ്ച വരെ വളർത്തി വിൽപ്പനയ്ക്ക് തയ്യാറാക്കുന്നു. ഈ ഒരു രീതി പരമ്പരാഗതമായിട്ട് നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. പക്ഷേ ഈ പരമ്പരാഗതമായ രീതിക്ക് പകരം ഒരു കർഷകൻ നേരിട്ട് ഒരു ദിവസം പ്രായമായ ഇറച്ചിക്കോഴികളെ വാങ്ങി വളർത്തി 8 ആഴ്ച വരെ വളർത്തി വിൽപ്പന നടത്തി ഇടനിലക്കാരന് കൊടുക്കുന്നതിന് പകരം എന്തുകൊണ്ട് ഇറച്ചിയെ സംസ്കരിച്ച് ഇറച്ചിയാക്കിയിട്ട് നേരിട്ട് വിൽപ്പന നടത്തുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന വാല്യൂ അഡീഷൻ ഏതാണ്ട് 200%-ലധികമാണ്. ഇത് ഇടനിലക്കാരിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മൊത്തം കാർഷികോൽപ്പന്നങ്ങളിൽ ഏതാണ്ട് 60%-ഓളം ഇടനിലക്കാരിലേക്ക് ലാഭം പങ്കിടുമ്പോൾ ഉൽപ്പാദകന് വേണ്ടത്ര ലാഭം ലഭിക്കുന്നില്ല. അപ്പോൾ സംരംഭകത്വ വിഭാഗത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ നേരിട്ട് ഉപഭോക്താക്കളിൽ എത്തിക്കാൻ ഉൽപ്പാദകൻ എന്തൊക്കെ ശ്രമങ്ങൾ നടക്കുന്നു, അത്തരം ഡെലിവറി മോഡൽസ് എങ്ങനെ ഡിസൈൻ ചെയ്യുന്നു, അവിടെയാണ് ലാഭം. പലപ്പോഴും ചില പ്രത്യേക സീസണിലെ കർഷകർ ഉൽപ്പന്നങ്ങൾ ബ്രേക്ക് ഈവൺ പ്രൈസിനേക്കാളും കുറഞ്ഞ വിലക്ക് വിൽക്കേണ്ട ഗതികേടിലാണ്. സീസൺ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അതായത് മാർക്കറ്റ് ലെഡ് പ്രൊഡക്ഷൻ, വിപണി ലക്ഷ്യമിട്ടുള്ള ഉൽപ്പാദന പ്രക്രിയ. ഇനി വരാൻ പോകുന്നത് ശബരിമല സീസൺ ആണെങ്കിൽ ഇറച്ചിക്കോഴി ഫാം നടത്തുന്ന കർഷകൻ ആ ഫാമിലെ ഉൽപ്പാദനം ഒന്ന് കുറക്കണം. അതുപോലെ തന്നെ ഇറച്ചിക്കോഴിയുടെ കാര്യം പറയുമ്പോൾ കയറ്റുമതിയും അതുപോലെ ഇറക്കുമതിയും വലിയൊരു ഇഷ്യൂ ആയിട്ട് നിലനിൽക്കുകയാണ്. നമ്മളെ ഇന്ത്യക്കാർക്കാണെങ്കിൽ ഏറ്റവും താല്പര്യം ഇറച്ചിക്കോഴിയുടെ ചിക്കൻ ലെഗാണ്, കോഴി കാല് കടിച്ച് കിട്ടാനാണ് എല്ലാവർക്കും താല്പര്യം. പക്ഷേ വിദേശ രാജ്യം തിരിച്ചു വരാം. ഓക്കെ, ഹലോ ഒരു കോൾ ഉണ്ട്. ഹലോ പറഞ്ഞോളൂ. കാട്ടൂരിന്ന്. പേരെന്താണ്? പേര് പറയാമോ? രാധാകൃഷ്ണൻ. ചോദിക്കാം. കേട്ടു. ചോദിക്കാം. പറയൂ രാധാകൃഷ്ണൻ. ഹൈഡ്രോപോണിക്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സാധ്യത എന്നത് കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്ഥലവിസ്തൃതി വളരെ കുറവാണ്. സ്ഥലവിസ്തൃതി എന്ന് വെച്ചാൽ കേരളം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ മൊത്തം ഭൂസ്ഥിതിയുടെ 1.18% മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് തീറ്റപ്പുൽ കൃഷി ചെയ്യാൻ ഈ മൃഗസംരക്ഷണ മേഖലയിൽ തീറ്റപ്പുല്ലിൻ്റെ ക്ഷാമം വലിയൊരു പ്രശ്നമാണ്. ഉൽപ്പാദന ചെലവിൻ്റെ ഏതാണ്ട് 75% തീറ്റയ്ക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ തീറ്റപ്പുല്ല് എളുപ്പത്തിൽ ഉൽപ്പാദിപ്പിക്കാവുന്ന ഒരു സംരംഭമായിട്ടാണ് ഹൈഡ്രോപോണിക്സ് ഇന്ന് വിലയിരുത്തുന്നത്. അത് സംസ്ഥാന ക്ഷീരവികസന വകുപ്പ് ഇതിനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അത് കുറഞ്ഞ ചെലവിൽ നിങ്ങൾക്ക് ഹൈഡ്രോപോണിക്സ് വയ്ക്കാം.
ഇതിനുള്ള ചിലപ്പോൾ തുടക്കത്തിൽ ഏതാണ്ട് 2 ലക്ഷം രൂപ വരെ വരുമെങ്കിലും ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് അനുവർത്തിക്കുമ്പോൾ കുറഞ്ഞ സ്ഥലത്ത് നിങ്ങൾക്ക് പശുക്കളെ വളർത്തിക്കൊണ്ട് കൂടുതൽ തീറ്റപ്പുൽ ഉൽപ്പാദിപ്പിച്ച് തീറ്റ ചെലവ് ചുരുക്കാനുള്ളൊരു സംരംഭം ഇതിലൂടെ പറ്റും. കോഴിക്കോട് ജില്ലയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ലഭ്യത അറിയണമെങ്കിൽ കോഴിക്കോട് ജില്ലാ ക്ഷീരവികസന ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. രാധാകൃഷ്ണൻ ഉത്തരം വ്യക്തമായി എന്ന് കരുതുന്നു. വിളിച്ചതിന് നന്ദി. നമുക്ക് തിരിച്ചു വരാം സർ. ഇപ്പോൾ നമ്മൾ ഇടയ്ക്ക് നിർത്തിയത് നമ്മുടെ കയറ്റുമതി, പ്രത്യേകിച്ചും ഇപ്പോൾ പത്രത്തിലൂടെ ഇടയ്ക്ക് സാറിൻ്റെ തന്നെ ഒരു ലേഖനം ശ്രദ്ധിക്കുകയുണ്ടായി. കോഴി അതിൻ്റെ കയറ്റുമതിയിൽ നമുക്ക് നമ്മുടെ കേസ് പരാജയപ്പെട്ടതും അതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് അതിൻ്റെ ഒരു ഇപ്പം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ലോക വ്യാപാര സംഘടനയിൽ കോഴിയിറച്ചി ഇറക്കുമതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇറച്ചിക്കോഴികളുടെ ഇറക്കുമതി വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി ബാൻ ചെയ്തിരിക്കുകയായിരുന്നു. അതിനുള്ള കാരണം ഒന്ന് പക്ഷിപ്പനിയായിരുന്നു. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയിലെ ഡൊമസ്റ്റിക് വിപണി, ആഭ്യന്തര വിപണിയിൽ കോഴിയിറച്ചിയുടെ വില കുറയാനും കോഴി കർഷകരെ അത് പ്രതികൂലമായി ബാധിക്കും എന്നുള്ളതായിരുന്നു ഒരു പ്രധാനപ്പെട്ട കാരണം. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ബാൻ ചെയ്തപ്പോൾ WTOയിൽ ലോക വ്യാപാര സംഘടനയിൽ ഏത് വിദേശ ഉടമ്പടി കരാറിലും ഉള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഉദാഹരണമായി ഗാട്ട് കരാറിലും നമുക്കൊരു നിശ്ചിത അളവ് നമുക്ക് കയറ്റുമതി ചെയ്യാം, അതുപോലെ തന്നെ ഒരു നിശ്ചിത അളവ് ഇറക്കുമതി നമ്മൾ സ്വീകരിക്കുകയും വേണം. അപ്പോൾ ലോക വ്യാപാര സംഘടനയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കരാറിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കേസിൽ ഇന്ത്യ എന്തുകൊണ്ട് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നില്ല, അതുകൊണ്ട് ഇന്ത്യ ഇറക്കുമതി ചെയ്യേണ്ടതുണ്ടെന്നും ഇന്ത്യയുടെ വാദം ഇതുമായിട്ട് ഇറക്കുമതി ചെയ്യാത്തതുമായി ബന്ധപ്പെട്ട വാദം തെറ്റാണ് എന്നാണ് അവർ വാദിച്ചിരുന്നത്. അതിനൊരു ബാക്ക്ഗ്രൗണ്ടും കൂടെ നമ്മൾ അറിയേണ്ടതുണ്ട്. അതായത് കോഴിക്കാൽ ഇറക്കുമതി പണ്ടുണ്ടായിരുന്നു. ഇന്ത്യക്കാർക്ക് കോഴിക്കാലിനോട്ടാണ് താല്പര്യം. പക്ഷേ അമേരിക്കക്കാർക്ക് മറ്റ് വികസിത രാജ്യങ്ങളും കോഴിയുടെ ബ്രസ്റ്റ് റീജിയനോടാണ് താല്പര്യം. അവർ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം കോഴിക്കാലിൽ നല്ല കൊളസ്ട്രോൾ അല്ല, കോഴിയുടെ ബ്രസ്റ്റ് റീജിയനിൽ നല്ല കൊളസ്ട്രോളാണ്. സാർ നമുക്ക് തിരിച്ചു വരാം. ഒരു കോൾ വെയിറ്റിംഗ് ആണ്. ഹലോ മാഡം നമസ്തേ. നമസ്കാരം, പറയൂ. എനിക്ക് കോഴി ഫാം നടത്തുന്നത് അറിയാനായിരുന്നു. മാഡത്തിന്റെ പേരും സ്ഥലവും ഒന്ന് വ്യക്തമാക്കാവോ? ഞാൻ കോട്ടയം ബിന്ദു പറയൂ. സാർ, എനിക്ക് കോഴി ഫാം നടത്തുന്നതിന് സർക്കാരിൽ നിന്ന് എന്തൊക്കെയാ സഹായിക്കുക? കോഴി ഫാം ഇറച്ചിക്കോഴി ഫാമാണോ അല്ലെങ്കിൽ മുട്ടക്കോഴി വളർത്തൽ യൂണിറ്റ് ആണോ? മുട്ടക്കോഴിയുടെ. മുട്ടക്കോഴി വളർത്തൽ യൂണിറ്റ് തുടങ്ങുകയാണെങ്കിൽ സംസ്ഥാനത്ത് നിന്ന് കിട്ടുന്ന പ്രധാനപ്പെട്ട ഒരു ആനുകൂല്യം എന്നത് കേരളത്തിലെ മുട്ടക്കോഴി വളർത്തൽ 2 രീതിയിലാണ്. ഒന്ന്, വീട്ടുമുറ്റത്ത് വളർത്തുന്ന കോഴികളാണ്. നിങ്ങൾ വ്യാവസായിക അടിസ്ഥാനത്തിലാണോ അല്ലെ ചെറുകിട രീതിയിലാണോ? വ്യാവസായികമായിട്ട് നോക്കാമെന്ന് വിചാരിച്ചായിരുന്നു സാർ. വ്യാവസായിക അടിസ്ഥാനത്തിൽ മുട്ടക്കോഴി വളർത്തൽ യൂണിറ്റ് കേരളത്തിൽ ഏറെ ലാഭകരം. നിങ്ങൾ എഗർ നഴ്സറികൾ തുടങ്ങുന്നു. കോഴിക്കുഞ്ഞ് ഒരു ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങി അവയെ 45 ദിവസമോ 60 ദിവസമോ വരെ വളർത്തിയിട്ട് മറ്റ് പദ്ധതികൾക്ക് വേണ്ടിയിട്ടോ മറ്റ് മുട്ടക്കോഴികളെ വളർത്താൻ വേണ്ടി കൊടുക്കുന്ന എഗർ നഴ്സറി സംരംഭങ്ങൾക്ക് സബ്സിഡിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് മറ്റ് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ സബ്സിഡിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് വായ്പ ലഭിക്കും. ഭക്ഷ്യസുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വായ്പ ലഭിക്കുന്നത്. രണ്ടാമത്തത്, സംരംഭകത്വ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടും എഗർ നഴ്സറികൾ തുടങ്ങാവുന്നതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് 2 സ്ഥലങ്ങളിൽ നിന്നാണ് ലഭിക്കുക. കോട്ടയം ജില്ലാ മൃഗസംരക്ഷണ ഓഫീസും അതുപോലെ കോട്ടയത്ത് നിങ്ങൾ ഏറ്റവും അടുത്തുള്ള ദേശസാൽകൃത ബാങ്കുകളിൽ നിന്നും വായ്പ ലഭിക്കും. പരമാവധി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ എടുക്കുന്ന വായ്പ 2 ലക്ഷത്തിൽ കുറവാണെങ്കിൽ പലിശ കുറവാണ്. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, കോഴികളെ വ്യാവസായിക അടിസ്ഥാനത്തിൽ നിങ്ങൾ വാങ്ങി വളർത്തിയിട്ട് മുട്ടക്കോഴി ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം ലാഭം ലഭിക്കാനിടയില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യേണ്ടത്, മുട്ടക്കോഴി വളർത്തലിൽ വലിയൊരു മാറ്റം എന്നത് കൂടുതൽ വൈറ്റമിൻ എൻറിച്ച്ഡ് കോഴിമുട്ട, ന്യൂട്രിഷ് എഗ്സ് എന്ന് പറയും, അതുപോലെ ഓർഗാനിക് എഗ്സ്, ഇതിനൊക്കെ വലിയ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു മാറ്റത്തിലേക്ക് വരുമ്പോൾ ഇപ്പോഴുള്ള കോഴിമുട്ടയെക്കാളും ഒരു 60-70% വില അധികം കിട്ടുമെങ്കിൽ ഇത് കൂടുതൽ ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഹലോ മാഡം, അപ്പോൾ ഞാൻ മൃഗസംരക്ഷണ വകുപ്പിൽ ചെന്ന് അന്വേഷിച്ചാൽ മതിയല്ലേ? മതി. മൃഗസംരക്ഷണ വകുപ്പ് സംസ്ഥാനത്തെ 14 ജില്ലകളിലും താലൂക്ക് അടിസ്ഥാനത്തിൽ ഓൺടർപ്രണർഷിപ്പ് മീറ്റും അതുപോലെ തൊഴിൽ സംരംഭകത്വ പരിപാടിയും വളരെ ശക്തിയായിട്ട് ആസൂത്രണം ചെയ്ത് കേരളത്തിലുടനീളം നടപ്പിലാക്കി വരുന്നുണ്ട്. കോട്ടയത്ത് എവിടെയാണെന്ന് പറയൂ? കോട്ടയം ജില്ലാ മൃഗസംരക്ഷണ ഓഫീസ്. അത് എവിടെയാ ജില്ല? കോട്ടയം ടൗണിൽ തന്നെയാണ്. ശരി സാർ, താങ്ക് യു. ബിന്ദു വിളിച്ചതിന് നന്ദി. സാർ, മറ്റൊരു കോള് വെയിറ്റിംഗിലാണ്. ഹലോ
കട്ടായി പോയെന്ന് തോന്നുന്നു. നമുക്ക് തിരിച്ചു വരാം. നമ്മൾ നിർത്തിയത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഇമ്പോർട്ട് എക്സ്പോർട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ മുമ്പേ കോഴിക്കാൽ ഇറക്കുമതി ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ കോഴി കർഷകർ ഇതൊരു വലിയൊരു ഇഷ്യൂ ആക്കിയതുകൊണ്ട് കോഴി ഇറച്ചിയുടെ വരവ് ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റി. പക്ഷേ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം WTOയിൽ ഇന്ത്യ നൽകിയ മറുപടി സ്വീകാര്യമല്ലാത്തതിനാൽ ഇപ്പോൾ അമേരിക്കയും ബ്രസീലും മെക്സിക്കോയും ഒക്കെ ഇന്ത്യയിലേക്ക് ഇത് കുറഞ്ഞ വിലക്ക് ഡംപ് ചെയ്യാൻ വേണ്ടിയിട്ട്, കയറ്റുമതി ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കുകയാണ്. ആ ഒരു അവസരത്തിൽ ഇത് വളരെ ഇന്ത്യയിലെ ആഭ്യന്തര വിപണിയെ ബാധിക്കാനിടയുണ്ട്. പക്ഷേ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, എസ്പെഷ്യലി കൊമേഴ്സ് മിനിസ്ട്രി ഇതിനുള്ള പെർമിഷൻ ഇതുവരെ കൊടുത്തിട്ടില്ല. ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഹലോ, ഒരു കോൾ ഉണ്ട് സർ. ഹലോ സാർ, ഞാൻ ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് മഹേഷാണ് വിളിക്കുന്നത്. മഹേഷ് ചോദിക്കാം. സാർ, ഞങ്ങൾ ഒരു സംരംഭം തുടങ്ങുകയാണെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എന്തെല്ലാം സഹായങ്ങൾ ചെയ്യും സാർ? ഏത് മേഖലയായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ്? കന്നുകാലി വളർത്തൽ അങ്ങനെ. കേരളത്തിൽ മാത്രമല്ല, സംസ്ഥാന കൃഷി വകുപ്പിൻ്റെയും അതുപോലെ മൃഗസംരക്ഷണ വകുപ്പിൻ്റെയും വെറ്റിനറി സർവകലാശാലയുടെയും നേതൃത്വത്തിൽ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാനുള്ള സിംഗിൾ വിൻഡോ ക്ലിയറൻസ് നടപ്പിലാക്കി വരികയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലുള്ള തൊഴിൽ സംരംഭകർക്കും അതുപോലെ ഗൾഫ് നാടുകളിലുള്ള മലയാളികൾക്കും വിദേശ മലയാളികൾക്കും അവരുടെ സംരംഭം തുടങ്ങാനുള്ള പുതിയ യഥേഷ്ടം സിംഗിൾ വിൻഡോ ക്ലിയറൻസ് സിസ്റ്റം നടപ്പിലാക്കി വരികയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വേണ്ടത്, ഒരു സംരംഭകന് ആദ്യം വേണ്ടത് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോജക്റ്റ് റിപ്പോർട്ടുകളാണ്. ഇത്തരം പ്രോജക്റ്റ് റിപ്പോർട്ടുകൾ സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് വെറ്റിനറി സർവകലാശാലയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് വെച്ചാൽ, ഈ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് വരുമ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫാം തുടങ്ങാനുള്ള ലൈസൻസിന് നിങ്ങൾ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൽ പഞ്ചായത്തുകളിലോ മുനിസിപ്പാലിറ്റിയിലോ പോയി കയറി ഇറങ്ങേണ്ട കാര്യമില്ല. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതുമായിട്ട് ബന്ധപ്പെട്ട പൊല്യൂഷൻ ഇഷ്യൂസിന് വേണ്ടിയിട്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലേക്ക് പോകേണ്ട കാര്യമില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം സിംഗിൾ വിൻഡോ ക്ലിയറൻസിൽ നിങ്ങൾ അപേക്ഷിച്ച് കഴിയുമ്പോൾ അതിനുള്ളിൽ എല്ലാ ക്ലിയറൻസും പ്രസ്തുത വകുപ്പ് വഴിയോ അതുമായിട്ട് ബന്ധപ്പെട്ട നോഡൽ ഏജൻസിയിലൂടെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഇത്തരം സംരംഭങ്ങൾ വളരെ ഫലപ്രദമായി വലിയ ബുദ്ധിമുട്ടില്ലാതെ എളുപ്പത്തിൽ നടപ്പിലാക്കാൻ പറ്റും. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട സംരംഭങ്ങൾക്ക് നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ച് സബ്സിഡി ലഭിക്കുകയാണെങ്കിൽ അത്തരം സബ്സിഡി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് വരാവുന്ന ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റവും വരാൻ പോവുകയാണ്. ഇതൊക്കെ വരുന്നതോട് കൂടിയിട്ട് ഒരു സംരംഭകനെ അകറ്റുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഓരോ 10-20 കാര്യത്തിന് വേണ്ടി പല ഓഫീസുകളിലായി കയറി ഇറങ്ങി വരുമ്പോൾ ഒരു സ്ഥിതി കഴിയുമ്പോൾ ഇവനിത് മടുപ്പ് വരും. പിന്നെ ഇവന് സംരംഭം തുടങ്ങാൻ തന്നെ ഇദ്ദേഹത്തിന് താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു സിംഗിൾ വിൻഡോ ക്ലിയറൻസിലൂടെ എല്ലാ സംരംഭകനും ആവശ്യമായ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നൽകിക്കൊണ്ട് ഈ ഒരു സംരംഭം കേരളത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ശ്രമങ്ങളാണ് സംസ്ഥാന ഗവൺമെൻറ് കേരളത്തിൽ നടപ്പിലാക്കി വരുന്നത്. ഹലോ, ഏത് മേഖലയായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ് തുടങ്ങേണ്ടത്? ആനിമൽ ഹസ്ബൻഡറിയിൽ ഏത് സംരംഭമാണ് തുടങ്ങേണ്ടത്? പല ഏജൻസികളുണ്ട്. ഉദാഹരണമായിട്ട് നിങ്ങളുടെ ഡയറി ഫാം ആണോ, അല്ല പൗൾട്രി ഫാം ആണോ, അല്ല ഭക്ഷ്യ സംസ്കരണ യൂണിറ്റ് ആണോ, ഇതിലേതാണ് എന്നതിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിൽ നിരവധി ഏജൻസികളുണ്ട്. സംസ്ഥാന കൃഷി വകുപ്പുണ്ട്, മൃഗസംരക്ഷണ വകുപ്പുണ്ട്, ക്ഷീരവികസന ഓഫീസുണ്ട്, അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്, അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഉണ്ട്, അതുപോലെ പൊതുമേഖലാ ബാങ്കുകളുണ്ട്. ഈ സിംഗിൾ വിൻഡോ കൗണ്ടർ എന്ന് പറയുന്നത് അത് എവിടെയാണ് പ്രവർത്തിക്കുന്നത്? ഇപ്പോൾ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് സംസ്ഥാന കൃഷി വകുപ്പിലാണ്, സംസ്ഥാന ഗവൺമെന്റ് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. സംസ്ഥാന കൃഷി വകുപ്പിന്റെ കീഴിലാണ് ഈ പ്രവർത്തിക്കുന്നത്. അവിടെ എവിടെയാണ് അവരാദ്യം ചെയ്യേണ്ടത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന ഗവൺമെന്റ് അടുത്തിടെ വിദേശ മലയാളികൾക്ക് വേണ്ടി ദോഹയിൽ വെച്ചിട്ടൊരു മീറ്റ് നടത്തി. ആ ദോഹയിൽ വെച്ച് നടത്തിയ മീറ്റിൽ തന്നെ വിദേശ മലയാളികൾക്ക് നേരിട്ട് അപേക്ഷ അവിടെ സമർപ്പിക്കാം. ആ അപേക്ഷയുടെ പ്രോസസ്സ് നടക്കുന്നത് ഡയറക്ടറേറ്റ് വെച്ചിലാണ്, അതായത് കൃഷി മന്ത്രാലയത്തിൽ വെച്ചിട്ടാണ്. വികാസ് ഭവനിലാണ്, കൃഷി വകുപ്പിന്റെ കീഴിലാണ്, മിനിസ്റ്ററുടെ നേതൃത്വത്തിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അതിലൂടെ അത് ചെയ്തു കഴിഞ്ഞാൽ, അവരെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഉണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെന്റേഷനിലൂടെ ഏതൊക്കെ മേഖലയിലാണ് താല്പര്യം അത് വിലയിരുത്തിയ ശേഷം അവർക്ക് വേണ്ട തുടർ സഹായങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫെസിലിറ്റേഷൻ സെന്റർ ആയിട്ട് ഒരു നോഡൽ ഏജൻസി പ്രവർത്തിക്കുന്നതാണ്. വരാൻ പോകുന്നതാണ്. ഓൾ ടുഗദർ ഇത് വരാൻ പോകുന്നത് കേരള കാർഷിക സർവകലാശാല, കേരള വെറ്റിനറി സർവകലാശാല, കേരള സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ, അതുപോലെ തന്നെ സംസ്ഥാന കൃഷി വകുപ്പ്, ക്ഷീരവികസന വകുപ്പ്, മറ്റനുബന്ധ സ്ഥാപനങ്ങൾ. അതായത് ഒരു സംരംഭകന് എവിടെ നിന്നൊക്കെ ഏതൊക്കെ കാര്യങ്ങളിൽ സഹായം വേണം, പരിശീലനം വേണമെങ്കിൽ പരിശീലനം, ഇതുമായിട്ട് ബന്ധപ്പെട്ട സാമ്പത്തിക സഹായങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വായ്പയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊജക്ട് റിപ്പോർട്ടിനാണെങ്കിൽ പ്രൊജക്ട് റിപ്പോർട്ട്, എല്ലാ കാര്യങ്ങൾക്കും ഒരു സിംഗിൾ വിൻഡോ ക്ലിയറൻസിലൂടെ അദ്ദേഹത്തിന് അധികം
ബുദ്ധിമുട്ടാതെ എപ്പോഴേക്ക് നിലവിൽ വരും? ഇത് ഏതാണ്ട് ഇത് കാര്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു 1 മാസത്തിനുള്ളിൽ തന്നെ കേരളത്തിലുടനീളം ഇത് നടപ്പിലാവും. തീർച്ചയായും വളരെ നല്ലൊരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ദോഹയിൽ വെച്ച് നടന്ന മീറ്റിൽ തന്നെ ഏതാണ്ട് 400ഓളം സംരംഭകരുണ്ടായിരുന്നു. അതിൽ തന്നെ യുവ സംരംഭകരായിരുന്നു വളരെ കൂടുതൽ. അത് പറഞ്ഞപ്പോഴാണ് ഞാനൊന്ന് ചോദിക്കട്ടെ, യുവ സംരംഭകർ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥയിൽ ഈ തൊഴിൽ മേഖലയിൽ ഇത്രയും പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ തീർച്ചയായും ഇത്തരത്തിലൊരു അവർക്കൊരു അവബോധം സൃഷ്ടിക്കുന്ന വിധത്തിൽ എന്തെങ്കിലും കോഴ്സോ അങ്ങനെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലും വെറ്ററിനറി സർവകലാശാല യുവ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് വെറ്ററിനറി സർവകലാശാല 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നടത്തുന്നത്. ഒന്ന്, യുവ സംരംഭകർക്കായിട്ട് തൃശ്ശൂർ കോളിൽ പുതിയൊരു പൈലറ്റ് പദ്ധതി സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്നൊരു പദ്ധതി തുടങ്ങാൻ പോവുകയാണ്. സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്നൊരു പദ്ധതി വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം, തൃശ്ശൂർ കോൾ നിലങ്ങൾ എന്ന് പറയുമ്പോൾ യഥേഷ്ടം വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളാണ്. 3 രീതി നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഉദാഹരണമായിട്ട് സംയോജിത കൃഷി രീതിയിൽ മത്സ്യവും പച്ചക്കറിയും അതുപോലെ തന്നെ മൃഗസംരക്ഷണവും ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റിയൊരു സംരംഭ ഏരിയയാണ് കോൾ കൃഷി, കോൾ മേഖല. ഈ കോൾ മേഖലയിൽ മത്സ്യം വളർത്തുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എളുപ്പത്തിലുണ്ടാക്കാവുന്ന പച്ചക്കറികൾ കീടനാശിനികളൊന്നും ഇല്ലാതെ തന്നെ സേഫർ വെജിറ്റബിൾസ് ഉണ്ടാക്കുന്നു. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം പാൽ, മുട്ട, ഇറച്ചിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇറച്ചി കോഴികളെ വളർത്തുന്നു. ഈ ഒരു ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ വളരെ സ്ട്രാറ്റജിക്കായ ഒരു വിപണന സംവിധാനത്തിലൂടെ കുടുംബശ്രീ സംരംഭങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ പരിശീലനം നൽകിക്കൊണ്ട് അവർ ഒരു പ്രീമിയം പ്രൈസിന്, അതായത് മാർക്കറ്റിൽ ഇപ്പോഴുള്ള വിലയേക്കാളും കുറച്ച് ഉയർന്ന വിലക്ക് ഒരു പ്രത്യേക വിപണന മേഖലയിൽ ആർക്കാണ് അഫോർഡ് ചെയ്യാൻ പറ്റും അവർക്ക് വിൽക്കാനുള്ള ഒരു സംവിധാനവും, അതായത് ഫാം ഫ്രഷ് മിൽക്ക്, ഫാം ഫ്രഷ് വെജിറ്റബിൾസ്, ഫാം ഫ്രഷ് ഫിഷ്, ഇത് മുഴുവൻ, അതുപോലെ ഫാം ഫ്രഷ് കോഴിമുട്ട, ഇത് അതിരാവിലെ തന്നെ വീട്ടുമുറ്റത്ത് ലഭ്യമാക്കാനുള്ള വളരെ ബൃഹത്തായ ഒരു സിസ്റ്റമാണ് സ്റ്റാർട്ടപ്പ് വില്ലേജിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ആശ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തൊഴിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട പരിശീലനവും അതുപോലെ തന്നെ ബോധവൽക്കരണവും അത്യന്താപേക്ഷിതമാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിൽ ആദ്യമായിട്ട് സാങ്കേതിക മികവിൽ ഊന്നിയുള്ള ടെക്നോളജി എനേബിൾഡ് വിദൂര വിദ്യാഭ്യാസ പരിപാടിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ബിരുദധാരികൾക്കായിട്ട് ലൈഫ് സ്റ്റോക്ക്, അഗ്രി ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് ഫുഡ് സെക്യൂരിറ്റി മാനേജ്മെൻറ്റ് എന്നിവയിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ പ്രോഗ്രാം സർവകലാശാല ആരംഭിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ കുടുംബശ്രീ സംരംഭങ്ങൾക്ക് മിനിമം വേണ്ട ക്വാളിഫിക്കേഷൻ, ഇതിന് വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ ബിരുദം മാത്രമാണ്. എന്നാൽ SSLC പാസ്സായ കുടുംബശ്രീ അംഗങ്ങൾക്ക്, വനിതകൾക്ക് വേണ്ടിയിട്ട് ഈ ഇത്തരം സംരംഭങ്ങൾ പ്രയോജനപ്പെടുത്താൻ വേണ്ടി മലയാളത്തിൽ ഇൻ്റഗ്രേറ്റഡ് ഫാമിങ്ങിൽ ഒരു ഡിപ്ലോമ ഇൻ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്നൊരു പ്രോഗ്രാം വെറ്ററിനറി സർവകലാശാല ടെക്നോളജി എനേബിൾഡ് ഡിസ്റ്റൻസ് മോഡിൽ, അതായത് വിദൂര വിദ്യാഭ്യാസം ഉൾപ്പെടുത്തിക്കൊണ്ട് തുടങ്ങിക്കഴിഞ്ഞു. മാത്രമല്ല ഇത് മുഴുവൻ ഓൺലൈൻ പ്രോഗ്രാമാണ്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്നത്, ഒരു പക്ഷേ തിരക്കിനിടയിൽ കോൺടാക്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാനോ കോളേജിലേക്ക് വരാനോ സർവകലാശാലയിലേക്ക് വരാൻ ബുദ്ധിമുട്ടുന്നവർക്ക് ഓൺലൈൻ വഴിയോ യൂട്യൂബ് വഴിയോ ക്ലാസ് ആക്സസ് ചെയ്യാനുള്ള സൗകര്യവും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിദേശ സർവകലാശാലകളായ അമേരിക്കയിലെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയും സ്റ്റാൻഫോർഡും ഒക്കെ ചെയ്യുന്ന പോലെ ടെക്നോളജി എനേബിൾഡ് മൂവ് ഓൺ ടു ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് നടപ്പിലാക്കിയ കേരളത്തിലെ ഏക സർവകലാശാലയാണ് വെറ്ററിനറി സർവകലാശാല. എന്തായാലും വളരെ നല്ലൊരു മൂവ്മെൻ്റാണ് സാർ അത്. പ്രത്യേകിച്ചും ഞാൻ പറയുന്നത് നമുക്ക് ഒരുപാട് SHGs, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കൊച്ചു കേരളം. അതിനകത്തുകൂടി നമ്മൾ ഒരുപാട് കുടുംബശ്രീയുടെ തന്നെ വിജയം അതിനകത്തൊരു വലിയ കാൽവയ്പ് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇത്തരം ഒരു ഗ്രൂപ്പുകളും അതുപോലെ അവർക്ക് വേണ്ടിയിട്ട് ഈ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിൽ കൂടുതലായിട്ട് ഊന്നൽ കൊടുത്തുകൊണ്ട് ചെയ്യുന്ന സംരംഭങ്ങൾ, അതിനകത്ത് എന്തൊക്കെ കാൽവയ്പ്പുകളാണ് ചെയ്തിട്ടുള്ളത്? കേരളത്തിലെ ആശ സൂചിപ്പിച്ച പോലെ തന്നെ വലിയൊരു വികസന മോഡലാണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്. അതെ, ഇവർക്ക് വേണ്ടിയിട്ട് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ചിലർ ആട് വളർത്തുന്നവരുണ്ടാവും, ചിലർ ഭക്ഷ്യ സംസ്കരണ യൂണിറ്റ് ഉണ്ടാവും, ചിലർ മൂല്യവർദ്ധിത പാലുൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇത് മനസ്സിലാക്കിക്കൊണ്ട് കൊമോഡിറ്റി ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് കേരളത്തിലുടനീളം 14 ജില്ലകളിലും കുടുംബശ്രീ അനുവർത്തിച്ചു വരുന്ന ഏതൊക്കെ മേഖലയിലാണോ അത്തരം മേഖലയിൽ, ഉദാഹരണമായിട്ട് പശു വളർത്തുന്ന കുടുംബശ്രീ യൂണിറ്റുകളാണോ കോഴി വളർത്തുന്ന കുടുംബശ്രീ യൂണിറ്റുകളാണോ, അവരുടെ ഓരോ പ്രത്യേകം കൊമോഡിറ്റി ഇൻട്രസ്റ്റ് ഗ്രൂപ്പായി കണക്കാക്കിക്കൊണ്ട് അവർക്ക് ഒരാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന പരിശീലന പരിപാടി, വിപണനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതെല്ലാ കാര്യങ്ങളും പൂർണ്ണമായും സർവകലാശാല കഴിഞ്ഞ 1.5 വർഷമായിട്ട് നടപ്പിലാക്കി വരികയാണ്. മാത്രമല്ല യുവ സംരംഭകർക്കായിട്ട് കേരളത്തിലെ 14 ജില്ലകളിലായിട്ട് 26ഓളം കർഷക ശാസ്ത്രജ്ഞ സംവാദങ്ങൾ, അതായത് യൂണിവേഴ്സിറ്റി ഡെവലപ്പ് ചെയ്ത ടെക്നോളജീസ്, ഈ ടെക്നോളജി സാങ്കേതിക വിദ്യകൾ കർഷകരിൽ എത്തിയാൽ മാത്രമേ ഇതിനെക്കൊണ്ട് സർവകലാശാലയ്ക്കും സംസ്ഥാനത്തിനും പ്രയോജനമുള്ളൂ. അത് നടപ്പിലാക്കാനുള്ള കർഷക ശാസ്ത്രജ്ഞ സംവാദവും വളരെ റെഗുലറായിട്ട് നടപ്പിലാക്കി വരുന്നുണ്ട്. സർ, നമ്മുടെ സമയം വളരെ വളരെ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിരുന്നെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഉണ്ട് എന്നുള്ളത് ഈ ഒരു വിഷയം കാണുന്ന പ്രേക്ഷകർക്ക് തീർച്ചയായും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ സമയം, നമുക്ക് അനുവദിച്ചിട്ടുള്ള സമയം വരെ തീർന്നിരിക്കുകയാണ്.
നമുക്ക് നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ബാക്കി നിർത്തിക്കൊണ്ടാണ് തീർച്ചയായും ഈ ഒരു പ്രോഗ്രാമിന് തിരശ്ശീല വീഴുന്നത്. അതിഥിയോട് നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാവുന്നതാണ്. അതിനുവേണ്ടി അതിഥിയുടെ വിലാസം അറിയിക്കുന്നു. ഡോക്ടർ TP സേതുമാധവൻ, ഡയറക്ടർ, സംരംഭകത്വ വിഭാഗം, വെറ്ററിനറി സർവകലാശാല, പൂക്കോട്, വയനാട്. ഫോൺ നമ്പർ 9446052800. എന്തായാലും നമ്മുടെ ഈ കൃഷിദർശൻ പരിപാടി ഫോൺ നമ്പർ ഒന്നുകൂടി ആവർത്തിക്കുന്നു: 9446052800. ഈ ഒരു പ്രോഗ്രാമിന് വളരെ തിരക്കിട്ട ഒരു വ്യക്തിത്വത്തെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്തായാലും നമ്മളോടൊപ്പം ചിലവഴിച്ച ഈ വിലയേറിയ നിമിഷങ്ങൾക്ക് ഞാൻ കൃഷിദർശൻ്റെ പേരിലും എല്ലാ പ്രേക്ഷകരുടെ പേരിലുള്ള നന്ദി സാറിന് അറിയിക്കുകയാണ്. അതോടൊപ്പം ഈ പ്രോഗ്രാമുമായിട്ട് സഹകരിച്ച എല്ലാ പ്രേക്ഷകർക്കും കൃഷിദർശന് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പന്നി വളർത്തലിന് വിപുലമായ പദ്ധതി. തെങ്ങ് കൃഷിയിലെ സൂക്ഷ്മ ജലസേചനത്തിൽ പരിശീലനം. പഴം പച്ചക്കറികളിലെ കീടനാശിനി പരിശോധന വ്യാപകമാക്കുന്നു. വിശദമായ വാർത്തകളിലേക്ക്. മാലിന്യമുക്ത കേരളം ലക്ഷ്യമിട്ട് പന്നി വളർത്തലിന് വിപുലമായ പദ്ധതികളുമായി മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യ രംഗത്തെത്തി. കേന്ദ്ര ഗവൺമെന്റിന്റെ RKVY പദ്ധതി പ്രകാരമാണ് പന്നി വളർത്തൽ വ്യാപകമാക്കുന്നത്. സംസ്ഥാനത്തെ 500ഓളം കർഷകർക്ക് 10 പന്നിക്കുഞ്ഞുങ്ങളെ വീതം നൽകുന്ന 500 യൂണിറ്റുകൾ ആരംഭിക്കും. പന്നിക്കുഞ്ഞുങ്ങളെ 25% സബ്സിഡിയിൽ MPA തന്നെ നൽകും. കൂടാതെ കൂട് നിർമ്മാണത്തിന് 30,000 രൂപ വരെയും ഇൻഷുറൻസ്, മരുന്ന് എന്നിവയ്ക്ക് 15,000 രൂപ വരെയും സബ്സിഡി ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9446004164. തിരുവനന്തപുരം കുടപ്പനക്കുന്ന് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 25, 26 തീയതികളിൽ ആട് വളർത്തലിലും 28, 29 തീയതികളിൽ വീട്ടുവളപ്പിലെ കോഴി വളർത്തലിലും സൗജന്യ പരിശീലനം നൽകുന്നു. താല്പര്യമുള്ളവർ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04712732 ദക്ഷിണ മേഖല പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ അഭ്യസ്തവിദ്യരായ യുവതിയുവാക്കൾക്കും കേര കർഷകർക്കും വേണ്ടി ഈ മാസം 25 മുതൽ ആരംഭിക്കുന്ന 5 ദിവസത്തെ തെങ്ങ് കൃഷിയിലെ സൂക്ഷ്മ ജലസേചനം, യന്ത്രവൽക്കരണം എന്നിവയിൽ സൗജന്യ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ തിരുവനന്തപുരം വെള്ളായണി കാർഷിക കോളേജിലെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഫോൺ നമ്പർ 9442259996. മറ്റൊരു നമ്പർ 9847433687. പഴങ്ങളിലെയും പച്ചക്കറികളിലെയും വിഷാംശം കർശനമായി നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാർ രൂപീകരിക്കുന്ന അതോറിറ്റിക്ക് കാർഷിക സർവകലാശാല പൂർണ്ണ പിന്തുണയും സഹകരണവും നൽകും. സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണിയിലെ കീടനാശിനി അവശിഷ്ട പരിശോധനശാല പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ ഇത് സംബന്ധിച്ച് പൊതു അവബോധം വർദ്ധിപ്പിക്കാൻ സഹായമായിട്ടുണ്ട്. നിർദ്ദിഷ്ട അതോറിറ്റി സമർപ്പിക്കുന്ന സാമ്പിളുകൾ പരിശോധിക്കുന്നതിന് ഫീസ് ഇളവ് ലഭിക്കും. ഇത് സംബന്ധിച്ച് ചില പത്രങ്ങളിൽ വന്ന വാർത്ത തെറ്റിദ്ധാരണജനകമാണെന്ന് സർവകലാശാലയുടെ പത്രക്കുറിപ്പ് അറിയിക്കുന്നു. പരിശോധന കൂടുതൽ വ്യാപകമാക്കുന്നതിനായി തൃശൂരും കാസർഗോഡും ഇതേ മാതൃകയിൽ പരിശോധനശാലകൾ തുടങ്ങാൻ സർവകലാശാല പ്രാരംഭ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഡോക്ടർ വർഗീസ് കുര്യന്റെ ജന്മദിനമായ നവംബർ 26 ദേശീയ ക്ഷീരദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി മിൽമ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. നവംബർ 26, 27 തീയതികളിൽ ഡയറികൾ പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കും. കൂടാതെ ക്ഷീരോൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ നൽകാൻ വിൽപ്പനശാലകൾ തുറക്കും. അടുത്ത 3 വർഷത്തേക്ക് നടത്തുന്ന കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ പ്രോഗ്രാം ഫോർ ഡയറി ഡെവലപ്മെന്റ് പദ്ധതി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കേരള വെറ്ററിനറി സർവകലാശാലയുടെ തൃശൂർ ജില്ലയിലെ മണ്ണൂത്തിയിൽ പൗൾട്രി ഫാമിൽ നിന്നും വിഗോവ താറാവിൻ കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യും. കേവലം 70 ദിവസം കൊണ്ട് 2.5 കിലോ തൂക്കം എത്തുന്ന വിഗോവ താറാവിൻ കുഞ്ഞുങ്ങൾ മുൻകൂർ ബുക്കിംഗ് അടിസ്ഥാനത്തിലാണ് പൗൾട്രി ഫാമിൽ നിന്നും നൽകുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 048723701117. മറ്റൊരു നമ്പർ 0487237117. കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി ക്വിൻ്റലിന് 13,900 രൂപ, കോഴിക്കോട് 15,300, തൃശൂർ 14,200,
കൊപ്ര കൊച്ചി 9335, കോഴിക്കോട് 9700, തൃശൂർ 9560, കുരുമുളക് അൺഗാർബിൾഡ് 69300, ഗാർബിൾഡ് 72300, ചുക്ക് മീഡിയം 21000, ബെസ്റ്റ് 23000, മഞ്ഞൾ സേലം 6700, ഈറോഡ് 6900, അടയ്ക്ക പുതിയത് 16500 മുതൽ 18000 വരെ, കൊച്ചി റബ്ബർ RSS 5 ഗ്രേഡ് 14500, RSS 4 ഗ്രേഡ് 11700, കോട്ടയം റബ്ബർ RSS 5 ഗ്രേഡ് 11300, റബ്ബർ RSS 4 ഗ്രേഡ് 11750. കമ്പോള നിലവാരം കൊച്ചിയിൽ വെളിച്ചെണ്ണ ക്വിൻ്റലിന് 13900, കൊപ്ര 9335, പിണ്ണാക്ക് എക്സ്പെല്ല 2300, റോട്ടറി 3000, കുരുമുളക് അൺഗാർബിൾഡ് 69300, ഗാർബിൾഡ് 72300, ചുക്ക് മീഡിയം 21000, ബെസ്റ്റ് 23000, മഞ്ഞൾ നാടൻ 6200, അടയ്ക്ക പുതിയത് 16500 മുതൽ 18000 വരെ, ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 250 രൂപ മുതൽ 270 രൂപ വരെ, ജാതിക്ക തൊണ്ടില്ലാത്തത് 460 മുതൽ 500 വരെ, ജാതിപത്രി 750 മുതൽ 775 വരെ, ഗ്രാമ്പു 1050 രൂപ, റബ്ബർ RSS 5 ഗ്രേഡ് ക്വിൻ്റലിന് 11500, റബ്ബർ RSS 4 ഗ്രേഡ് 11700, ഒട്ടുപാൽ 7600, ലാറ്റക്സ് 7800. കമ്പോള അവലോകനം. കുരുമുളക് ഇറക്കുമതിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ക്ലേശിക്കുകയാണ് ആഭ്യന്തര ഉൽപ്പന്നം. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കുരുമുളക് ശ്രീലങ്ക വഴി ഇറക്കുമതി നടത്തുന്നത് കേന്ദ്രം നിരീക്ഷിച്ച സാഹചര്യത്തിൽ ചരക്ക് വരവ് കുറയാൻ ഇടയുണ്ട്. കുരുമുളക് ഈ വാരം 1200 രൂപ ഇടിഞ്ഞു. ടയർ വ്യവസായികളുടെ തിരിച്ചുവരവിന് കാതോർക്കുകയാണ് റബ്ബർ വിപണി. ടാപ്പിംഗ് രംഗം മെച്ചപ്പെട്ടെങ്കിലും താഴ്ന്ന വില മൂലം കർഷകർ കാര്യമായി ചരക്കിറക്കിയില്ല. 4 ഗ്രേഡ് കിലോ 117 രൂപയിലാണ്. കൊപ്ര വില 600 രൂപ ഇടിഞ്ഞത് ഉൽപ്പാദകരെ പരിഭ്രാന്തരാക്കി. വൻകിട മില്ലുകാരിൽ നിന്നുള്ള ആവശ്യം ചുരുങ്ങിയതാണ് തിരിച്ചടിയായത്. വെളിച്ചെണ്ണ വിലയും താഴ്ന്നു. പച്ച ഇഞ്ചിയുടെ ലഭ്യത ഉയർന്നത് ചുക്ക് വിലയെ ബാധിക്കാം. ശൈത്യകാലമായെങ്കിലും ആഭ്യന്തര വിദേശ വിപണികളിൽ നിന്നുള്ള ചുക്കിന് ആവശ്യക്കാരില്ല. ജാതിക്ക, മഞ്ഞൾ, അടക്ക വിലകളിൽ മാറ്റമില്ല. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 35.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.8 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 34.4, 25. കൊച്ചി 33, 24.6. ആലപ്പുഴ 32.8, 23.9. പുനലൂർ 32.5, 21.6. തിരുവനന്തപുരം 33.5, 23.5 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.